വിവാദ മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം അനുവദിക്കാനുള്ള നീക്കത്തിൽ BJP പ്രതിഷേധിക്കുകയാണ്. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുന്നു. മദ്യനിർമ്മാണത്തിന് കുടിവെള്ളം നൽകാൻ അനുവദിക്കില്ല എന്ന് പ്രവർത്തകർ പറഞ്ഞു. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇവിടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണോ? സ്മൃതി, അല്പസമയം മുമ്പാണ് BJPയുടെ നേതാക്കൾ ഈ കൽമണ്ഡപത്തുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ ഈ ബ്രൂവറിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനം ജല അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് BJP ഉൾപ്പെടെ കടന്നിട്ടുള്ളത്. C. കൃഷ്ണകുമാർ, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഉപരോധത്തിന് വേണ്ടി എത്തിയതാണ്. ഇപ്പോൾ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം പോലീസ് ഇവരെ തടഞ്ഞിരിക്കുകയാണ്. ആരെയും തന്നെ ഓഫീസിനകത്തേക്ക് കടത്തിവിടില്ല എന്നാണ് പോലീസ് പ്രവർത്തകരെ അറിയിച്ചിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളെയും പ്രവർത്തകരെയും അകത്തേക്ക് കയറ്റിവിടണം. വാട്ടർ അതോറിറ്റി പദ്ധതിക്ക് ആവശ്യമായ ജലം നൽകും എന്നാണല്ലോ സർക്കാർ ഉത്തരവിലുള്ളത്. വാട്ടർ അതോറിറ്റി എത്രത്തോളം വെള്ളം നൽകുമെന്നതിൽ വ്യക്തത വരുത്തുന്നുണ്ടോ? അതാണോ ഇപ്പോൾ BJP ചോദിക്കുന്നത്? ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വെള്ളം, കുടിവെള്ളം വാട്ടർ അതോറിറ്റിക്ക് നൽകാനാകുന്നില്ല. അതിന്റെ പൈപ്പ് ലൈനിന്റെ പണി പാതി വഴിയിൽ നിൽക്കുന്നു. ഇതിനിടയ്ക്ക് പദ്ധതിക്ക് വാട്ടർ അതോറിറ്റി വെള്ളം നൽകുമെന്ന് പറയുമ്പോൾ എത്ര നൽകും എന്നൊരു കണക്കുണ്ടോ? സ്മൃതി, അതായത് ഈ കമ്പനിക്ക് ഒന്നല്ലെങ്കിൽ അത് മഴവെള്ള സംഭരണിയിലൂടെ ഈ ബ്രൂവറി തുടരാനുള്ള ജലം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പിന്നീട് ജല അതോറിറ്റിയാണ് ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുന്നത്. അത് തന്നെ മലമ്പുഴയിൽ നിന്നും കിൻഫ്രയിലെ വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് നേരെ ബ്രൂവറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനാണ് ജല അതോറിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. എത്രത്തോളം വെള്ളമാണ് ഈ കമ്പനിക്ക് ആവശ്യമായുള്ളത്, അതുപോലെ തന്നെ എത്രത്തോളം വെള്ളം ജല അതോറിറ്റി നൽകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. ഏകദേശം 2 ലക്ഷം ലിറ്ററിലധികം വെള്ളം ഒരു ദിവസം ആവശ്യമുണ്ട് കമ്പനിക്ക്. ഇത്രത്തോളം വെള്ളം തന്നെ ജല അതോറിറ്റി നൽകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് BJPയും കടന്നത്. BJP കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പറഞ്ഞിരുന്നു മലമ്പുഴയിൽ നിന്നും വെള്ളം ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല. അതിനോടൊപ്പം തന്നെ എലപ്പുള്ളിയിലെ ഈ ഭൂഗർഭ ജലനിരപ്പ് അത് വളരെ താഴ്ന്ന സ്ഥിതിയിലാണ്. അവിടെയും ഈ വെള്ളം ചൂഷണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾക്ക് അനുവദിക്കില്ല. ഇത്തരത്തിലൊരു കമ്പനി വരരുത്. കാരണം നാട്ടിലെ കൃഷിയും കുടിവെള്ളത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കമ്പനി വരുന്നതിൽ തങ്ങളുടെ എതിർപ്പ് അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ എലപ്പുള്ളിയിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വിവിധ ഓഫീസുകളിലേക്കും BJP പ്രതിഷേധം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് ജലം നൽകുന്ന തീരുമാനം ജല അതോറിറ്റി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ, BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പാലക്കാട് കൽമണ്ഡപത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവരെ പൂർണ്ണമായും പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഒരാളെ പോലും അകത്തേക്ക് കയറ്റിവിടില്ല. അവർ കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു നേരത്തെ തന്നെ. അതായത് നിവേദനം ഉൾപ്പെടെ തങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനെ നേരിട്ട് കണ്ട് നൽകണം. ജല അതോറിറ്റി ഒരിക്കലും ഇത്തരത്തിലൊരു കമ്പനിക്ക് മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം നൽകരുത്, ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കരുത്, കർഷകരുടെ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ നിന്നും ജല അതോറിറ്റി പിന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ അത് അറിയിക്കാൻ വേണ്ടി നിവേദനമായാണ് ഈ ഓഫീസിലേക്ക് എത്തിയത്. പക്ഷേ ആ നിവേദനം നൽകാനുള്ള അനുമതി നൽകാതെ പോലീസ് ഇവരെ തടയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഓഫീസിനകത്തേക്ക് പോലീസിനെ മാറ്റി കയറാനുള്ള ശ്രമം നടത്തുന്നതിനിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ യുവമോർച്ച നേതാക്കളും പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ ഓഫീസിനകത്തേക്ക് കയറും. തങ്ങൾക്ക് ജനങ്ങളുടെ ആശങ്കയെ അറിയിക്കണം. ഈ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും പരാതികളും തങ്ങൾ കൃത്യമായി തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിട്ട് കണ്ടു തന്നെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ നേതാക്കൾ ഇവിടേക്ക് എത്തിയത്. അവരെയാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഈ ഒരു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഇതിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുമെന്ന് തന്നെയാണ് BJPയുടെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ മറ്റു നേതാക്കളെല്ലാം പോലീസിനെ മാറ്റിക്കൊണ്ട് ഈ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രവർത്തകർ നിരന്തരം പോലീസിനോട് ആവശ്യപ്പെടുന്നു തങ്ങളെ അകത്തേക്ക് കയറ്റിവിടണം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണണം, തങ്ങൾക്ക് ഈ പരാതിയും നിവേദനവും നൽകണമെന്നുള്ളതാണ്. പക്ഷേ അതിന് അനുവദിക്കാതെ ഇപ്പോൾ തന്നെ പോലീസ് ഇവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഈ പ്രതിഷേധം സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് രാവിലെ മുതൽ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഏതായാലും ആ സുരക്ഷ മറികടന്നുകൊണ്ട് ഓഫീസിനകത്ത് പ്രവേശിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട് തങ്ങളുടെ ആശങ്കകളും പരാതികളും അറിയിക്കുമെന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴും പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നു. BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടർന്നുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലുള്ള വലിയ പ്രതിഷേധമാണ്. വിവാദ മദ്യ കമ്പനിക്ക് വെള്ളം അനുവദിക്കാനുള്ള നീക്കം
ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് BJP പറയുന്നു. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് ഇപ്പോൾ ഉപരോധിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വാട്ടർ